കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരു പകൽ കൂടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ദാനമായിട്ട് നൽകി തന്നു. സങ്കീർത്തനങ്ങൾ 110 നമ്മൾ ഇന്ന് വാക്യപ്രതിവാക്യങ്ങളായി പാടിയും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതും. സങ്കീർത്തനങ്ങൾ 110 അകത്തുനിന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഇതിനു മുന്നമേ ധ്യാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് സങ്കീർത്തനം 110 നിന്ന് ഒരു കുറിവാക്യമെടുത്ത് പ്രബോധിപ്പിക്കാൻ വേണ്ടിയല്ല 110 വായിച്ചത്. 109 നിന്നാണ് വാക്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ഉദ്ദേശി 109 അങ്ങ് വായിച്ചാൽ പോരായിരുന്നോ? ഒരു 10 കൊല്ലം മുമ്പുള്ള എൻ്റെ പക്വതയിൽ ഞാൻ 109 വായിച്ചിട്ടുണ്ട്. വായിക്കാവുന്ന പ്രയോഗങ്ങളാണ് 109. എന്നാൽ ഇന്നത്തെ പക്വത കൂടിയതാണോ കുറഞ്ഞതാണോ എന്നറിയുന്നില്ല. 109 ചില വാക്യങ്ങൾ ഇന്ന് ഈ സഭായോഗത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് വളരെ ധൃതി പിടിച്ച് വീട്ടിലെ പണിയൊക്കെ ഒതുക്കി കുറേയൊക്കെ അങ്ങനെ തന്നെ ഇട്ടേച്ച് ഈ യോഗത്തിനോട്ട് കയറി വന്ന ഉടൻ തന്നെ അതിനകത്ത് ഉള്ള 1-2 പ്രയോഗങ്ങളും കൊണ്ട് കയറി വരുമ്പോഴേ കേൾക്കണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങ് ഒഴിവാക്കിയ 109 ദൈവശ്വാസീയമായ തിരുവെഴുത്താണ്. എന്നാൽ ആ തിരുവെഴുത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് ഒരു വ്യക്തിയിൽ നിറവേറിയെന്ന് ലൂക്കോസ് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് അപ്പോസ്തലന്മാരെല്ലാം കൂടെ അല്ല, ലൂക്കോസാണ്, വൈദ്യനായ ലൂക്കോസാണ്. അപ്പോൾ ലൂക്കോസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളിൽ നിറവേറി ആ ആളെ മണ്ണോട് മണ്ണായി ആ ആളുകൊണ്ട് ആ വാക്യം നിറവേറി അവസാനിച്ചു. എന്നാൽ 109 സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കാൻ 110 സങ്കീർത്തനം വായിച്ചത് എങ്ങനെ ഇങ്ങനെ ഈ ഒപ്പിക്കും എന്നാണ് നമ്മളുടെ ചിന്ത. അതിൻ്റെ ഉത്തരം 109 എഴുതിയതും ദാവീദാണ്, 110 എഴുതിയതും ദാവീദാണ്. ദാവീദിനെ അധ്യായങ്ങളായിട്ടൊന്നും തിരിച്ചിട്ടില്ലായിരുന്നു. സ്തോത്രം. ആദാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എഴുതിയപ്പോൾ എന്നൊക്കെയുള്ള പ്രസംഗം ഞാൻ കേട്ട് അമ്പരന്ന് പോയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എഴുതിയത് മോശയാണ്, മോശയിക ഗ്രന്ഥമാണ്. ആ ബോധത്തോടെ വേണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുറക്കാൻ. സ്തോത്രം. സൺഡേ സ്കൂളിനകത്ത് ഇതൊക്കെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങൾ. അവർ പഠിക്കുന്നുണ്ടെന്നറിയാം. നല്ല അധ്യാപകരെയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ ആദാം എഴുതിയതൊന്നും അല്ല. 109 സങ്കീർത്തനം, 109 സങ്കീർത്തനവും 110 സങ്കീർത്തനവും പിന്നാണ് 110, 109 എന്നുള്ളത് അധ്യായങ്ങളായി തിരിച്ചത്. അത് മനുഷ്യരാണ് തിരിച്ചത്. പിന്നീട് വായിക്കാൻ സൗകര്യത്തിന് വേണ്ടി തിരിച്ചതാണ്. സ്തോത്രം. യഹൂദൻ്റെ കയ്യിലെ ബൈബിൾ, അതിനകത്ത് അത് ഇന്നും സങ്കീർത്തന പുസ്തകങ്ങളായിട്ടാണ്. ആ ചുരുളിൻ്റെ ക്രമം അവർ പിന്തുടരുന്നുണ്ട്. യഹൂദൻ്റെ പുസ്തകം, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ ക്രമം, അതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ യൂദറബിമാർ എമേത്ത് എന്ന് വിളിക്കുന്ന ഈ വിജ്ഞാന സാഹിത്യ കൃതികൾക്കകത്തെ ഈ ഉൾപ്പെട്ട സങ്കീർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടാൻ കാരണം എന്താണെന്നറിയാവോ? സങ്കീർത്തനങ്ങൾ അത് കാനോനികമാക്കിയപ്പോൾ തുന്നിക്കെട്ടി നമുക്ക് തരാൻ കാരണം സങ്കീർത്തന പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് യേശു പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ കിട്ടിയത്. യേശു പറയുക മാത്രമല്ല, ശ്ലീഹന്മാർ പറഞ്ഞു, സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങൾ എടുത്ത് അവർ ഉദ്ധരിച്ചു. എന്നിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. ആകയാൽ അപ്പോൾ യേശു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്ലീഹന്മാർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കേട്ടിട്ടില്ല പ്രയോഗം, അപ്പോസ്തലന്മാർ. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ, ആ പ്രയോഗം തെറ്റാണ്.
സ്തോത്രം. തിരുത്തൊക്കെ വേണ്ട സ്ഥലം ഇവിടെയാണല്ലോ. നമ്മൾ തിരുത്തപ്പെട്ടാൽ നല്ലതാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അബദ്ധത്തിൽ ആദ്യകാലത്ത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന അപ്പച്ചന്മാർ യോഗം കഴിഞ്ഞപ്പോൾ മെല്ലെ തിരുത്തിയിട്ടുണ്ട്. കുഞ്ഞെ, പൗലോസും അല്ല അപ്പോസ്തലനും ശ്ലീഹയും ഒന്നാണ്, അതുകൊണ്ട് നീ ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നെ തിരുത്തിയത് ഞാൻ നിങ്ങൾക്ക് തിരിയേണ്ടതിന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ 9-ാം സങ്കീർത്തനവും 10-ാം സങ്കീർത്തനവും BC 1000-ൽ 109-ാം സങ്കീർത്തനവും 110-ാം സങ്കീർത്തനവും BC 1000-ൽ ജീവിച്ചിരുന്ന ദാവീദിൻ്റെ തൂലികത്തുമ്പിൽ നിന്ന് ജന്മം കൊണ്ട സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ എന്ന ബഹുത്വത്തിലാണ് എല്ലാ അധ്യായങ്ങളെയും ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ശരിയായ ഭാഷാപ്രയോഗം. സ്തോത്രം. അതുകൊണ്ട് 109-ാം സങ്കീർത്തനങ്ങളിലും 110-ാം സങ്കീർത്തനങ്ങളിലും സ്തോത്രം അടങ്ങിയിട്ടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ ആഴമുള്ളതാണ്. എന്നാൽ എനിക്ക് പ്രകാശനം വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞ സമ്പൂർണ്ണ ലിഖിതമായ വെളിപ്പാടായ വിശുദ്ധ വേദപുസ്തകം, സ്തോത്രം, ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ആ വാക്കിന് അങ്ങനെയാണ് അർത്ഥം. ഇല്ലെങ്കിൽ പ്രേരണയുണ്ടായെന്ന് പറഞ്ഞ് 67-ാമത്തെ പുസ്തകം ആരെങ്കിലും എഴുതും. അതുകൊണ്ട് വെളിപ്പെടുത്തി കിട്ടപ്പെട്ട ലിഖിതമായ പ്രമാണമായ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നിന്ന് എൻ്റെ വചന വായനയിൽ പ്രകാശനം ലഭിച്ച ചിന്തയ്ക്കിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ വാക്കിന് വളരെ അടിവര ഇട്ട് തന്നെയാണ് ആ പ്രയോഗം നൽകുന്നത്. സ്തോത്രം. ഇവിടെ നിന്ന് ഒരു പ്രബോധനം കൈമാറുന്നു. പുറമറ്റം സഭയിലെ എല്ലാ പ്രിയമുള്ളവരും ബൈബിൾ തുറന്ന് വായിക്കണം, വേദപുസ്തകം വായിക്കണം. സ്തോത്രം. വേദപുസ്തകം നന്നായി മനസ്സിലാക്കണം, ബൈബിൾ നന്നായി വായിക്കണം. ഒന്നും കൂടെ പറയുകയാണ്, ബൈബിൾ നന്നായി വായിക്കണം. കൈരളിയിലെ ഒരു പ്രസംഗിയുടെ ഉദ്ധരണി ഞാൻ എടുക്കുകയാണ്. ബൈബിളിലെ വാക്യങ്ങൾ പൂജിക്കാനുള്ള പൂജാവസ്തുവല്ല, അതിനകത്തുള്ള ആശയങ്ങൾ പ്രയോഗിക്കുവാനുള്ള ആയുധമാണ്. അതുകൊണ്ട് നന്നായിട്ട് ബൈബിൾ വായിക്കണം. വിശ്വാസി ബൈബിൾ വായിക്കാതിരുന്നാൽ അന്ധവിശ്വാസിയായി പോകും. അതുകൊണ്ട് വേദപുസ്തകം വായിക്കാത്ത വിശ്വാസികൾ അറിയാതെ അന്ധവിശ്വാസിയായി പോകും. അവരുടെ അടുത്ത് എന്ത് ചരക്കും ചെലവാകും, ഏത് ഐറ്റവും അവിടെ എന്ത് ചെയ്യും? സ്തോത്രം. എന്നാൽ ഈ പുസ്തകം വായിക്കുന്നവൻ്റെ അടുത്ത് എല്ലാ ചെലവും എല്ലാ ചരക്കും എന്ത് ചെയ്യത്തില്ല, ചെലവാകത്തില്ല. കാര്യം എന്ത് കാര്യം കിട്ടിയാലും ഇതിനോട് ഒക്കുമോ എന്ന് എന്ത് ചെയ്യും? വരോവയിലുള്ള ഉത്തമന്മാർക്ക് സമന്മാർ ഈ പുറമറ്റത്തുണ്ടാകട്ടെ. ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവർ ഉത്തമന്മാരാകാൻ കാരണം എന്താണ്? ഏത് വലിയ ഉപദേശി വന്ന് പ്രസംഗിച്ചാലും അങ്ങനെ ഉണ്ടോ എന്ന് അവർ നോക്കും. സ്തോത്രം. ഹല്ലേലൂയ. വെപ്രാളത്തിൽ പ്രസംഗിച്ചാലും മെല്ലെ പ്രസംഗിച്ചാലും ഇനി മെല്ലെ പ്രസംഗിച്ചാലും EMS നമ്പൂതിരിപ്പാട് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചാലും, ഏറ്റവും മെല്ലെ കേരളത്തിൽ പ്രസംഗിച്ച രാഷ്ട്രീയ പ്രഭാഷകനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചാലും എങ്ങനെ പ്രസംഗിച്ചാലും ഈ വളയം വിടരുത്. സാക്ഷ്യം പറഞ്ഞാലും പാട്ടുപാടിയാലും, സ്തോത്രം, ഹല്ലേലൂയ, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യരുത്? ഈ വളയം, സ്തോത്രം, വിടരുത്. അപ്പോൾ എൻ്റെ മുഖവരയിൽ നിന്ന് ഞാൻ പുസ്തകത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. 109-ാം സങ്കീർത്തനവും 110-ാം സങ്കീർത്തനവും ഒന്നിച്ചെഴുതിയ ദാവീദിൻ്റെ 109-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മതി.
എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു. ദാവീദിന്റെ പ്രയോഗമാണ്. ദാവീദിന്റെ പ്രയോഗം ദാവീദ് പുത്രനിലേക്ക് കൊണ്ടുവരികയാണ്. ദാവീദ് പുത്രൻ 1000 കൊല്ലാനന്തരം കാലകതിരവനായി അവതരിച്ച നസറേനായി യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ പ്രയോഗമായി അതെടുക്കാം. എൻ്റെ സ്നേഹം. ഇന്ന് ആ കർത്താവ് വാഗ്ദത്ത പ്രകാരം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആര്? നമ്മെ സ്നേഹിച്ച കർത്താവ്. നമുക്കെല്ലാവർക്കും കർത്താവിനെ ഇഷ്ടമാണ്, സ്നേഹമാണ്. യേശു തന്നെ ചോദിച്ചില്ലേ പത്രോസിനോട്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോന്ന്? ദൈവത്തോട്, കർത്താവിനോട് സ്നേഹമുള്ളവരാണ് ഇവിടെ ഭൂരിപക്ഷം, എല്ലാവരും. എന്നാൽ ആ സ്നേഹത്തിന് പല അളവുണ്ട്. സ്തോത്രം. പിന്നെ പ്രത്യേകിച്ച് അനുഭവം ഇല്ലെങ്കിലും കർത്താവിനെ ഇഷ്ടമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ പണ്ട് മുതലേ എൻ്റെ അപ്പനും പറഞ്ഞേക്കുന്ന, അമ്മയും പറഞ്ഞേക്കുന്ന കർത്താവിനെ സ്നേഹിക്കാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങനെയും പോകുന്നവരുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ അളവിലാണ്. ഇതിനൊക്കെ അളക്കാനും പറ്റും. എന്നാൽ അളവില്ലാത്തൊരു സ്നേഹം, ആ സ്നേഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് നമ്മോടുണ്ടായ സ്നേഹം. ഹല്ലേലൂയ. കർത്താവിന് നമ്മോടുണ്ടായ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് ഉത്തമഗീതത്തിൽ എബ്രായ ഭാഷയിൽ ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. ആ പ്രയോഗമാണ് ഷാൽ അബ്ദയ. അതിന്റെ അർത്ഥം യഹോവയുടെ പ്രണയാഗ്നി എന്നാണ്. ദൈവത്തിന്റെ പ്രേമം തീ പോലെ ജ്വലിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ തീപ്പെട്ടിയും തീക്കൊള്ളിയും കൂടെ വെടിമരുന്ന് പുരട്ടിയിരിക്കുന്ന ആ കമ്പും കൂടെ കൊണ്ട് കൂട്ടി വരയ്ക്കുമ്പോൾ തീ ജ്വലിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് വന്ന് മുട്ടുന്നത് ഒരു തീജ്വാലയാണെന്നാണ് എബ്രായ പ്രയോഗം. അപ്പോൾ ഇനി ബൈബിളിലെ ഒരു പ്രധാന ഭാഗത്തേക്ക് വരിക. യേശു ക്രിസ്തുവിന് നമ്മോട് കാണിച്ച സ്നേഹം, ആ സ്നേഹം അളക്കാൻ പറ്റാത്തത് കൊണ്ട് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. എത്ര വലിയ സ്നേഹം, വലിയ സ്നേഹം. അപ്പൊ സകല സ്നേഹവും അതിന്റെ കീഴെയാ നിൽക്കുന്നത്. ഈ സ്നേഹം വലുതും അളക്കാൻ പറ്റാത്തതുമായി നിൽക്കുന്നതിൻ്റെ കാരണം ഒരിക്കല് സ്ലീഹന്മാരിൽ ഒരാൾ വെളിപ്പെടുത്തി. അറിയാവുന്ന വാക്യമാണ്, പിള്ളേരൊക്കെ മനപ്പാഠം പറയുന്നതാണ്. ഒന്ന് എടുക്കണേ. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് നീട്ടി പറഞ്ഞേ. അതിനെ ഒന്ന് അപഗ്രഥിച്ച് പറഞ്ഞേ. കാണുവീൻ. സ്തോത്രം. യോനാത്തിന്റെ പ്രയോഗം ശ്രദ്ധിച്ചേ. യോഹന്നാന്റെ പ്രയോഗം ശ്രദ്ധിച്ചേ. കാണുവീൻ. കാണുവീൻ. എത്ര വലിയ സ്നേഹം! പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹം വലിയ സ്നേഹമാണ്. എന്നിട്ട് പറഞ്ഞു, കാണുവീൻ. നമ്മോട് ദൈവം കാണിച്ച സ്നേഹത്തിന്റെ പാരുണ്യം. അർത്ഥാൽ
അതിന്റെ പ്രദർശനം കാണാൻ വേറെ എവിടേക്കുമല്ല പോണ്ടത്, കാൽവറി മലമുകളിലേക്ക് ചെല്ലണം. മറ്റൊരു അപ്പോസ്തലന്മാരും പ്രയോഗം നടത്താത്ത ഒരു പ്രയോഗമാണ് കാൺമീൻ. ഈ കാണുവീൻ എന്ന് പറയണമെങ്കിൽ ഇത് കണ്ടവനല്ലേ പറയാൻ പറ്റൂ, അല്ലേ? കണ്ടവനല്ലേ പറയാൻ പറ്റൂ. കാണാത്തവന് കാണിച്ചു തരാൻ പറ്റത്തില്ല. അല്ല ജോണേ, നീ കണ്ടോ? ജോണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമുള്ള ജോണല്ല, പുസ്തകത്തിലെ ജോണ്. ജോണേ കണ്ടോ? ഈ സ്നേഹം കണ്ടോ? ഈ കാണാൻ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ടോ? കാണാൻ നേരത്ത് ഉറങ്ങരുത്, കാണാൻ പോവുക. കാണിമീൻ എന്ന് പറയുമ്പോ കാണാൻ നിന്നൊരു നിപ്പുണ്ട്. ആര്? എഴുത്തുകാരൻ. എപ്പോ എടുക്കുക? യോഹന്നാന്റെ ഈ ഭാഗം മറിക്കാതെ എടുക്കണം. യോഹന്നാന്റെ ലേഖന സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 36-ാം വാക്യം ഒന്ന് വായിച്ചു. 19:26. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യൻ ആര്? യോഹന്നാൻ. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന ആ ശിഷ്യൻ, സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെയാണ്. നമ്മളാണെങ്കിൽ പറയും ഞാൻ ഞാൻ ഞാൻ. ഒന്നുമില്ല. യോഹന്നാൻ ഒരു അല്പം മറഞ്ഞിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് സ്തോത്രം, യോഹന്നാൻ ഒന്നും നഷ്ടമായിട്ടുമില്ല. യോഹന്നാൻ തന്നെയാണ്. യോഹന്നാന് കിട്ടേണ്ട വെളിപ്പാട് യോഹന്നാന് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഒന്നും കൂടെ തെളിച്ച് പറയാം. നമ്മൾ നമ്മളായിട്ടങ്ങ് പോയാൽ മതിയെന്നേ, വെച്ചുകെട്ടൊന്നുമില്ലാതെ, ഏച്ചുവെപ്പൊന്നുമില്ലാതെ നമ്മൾ നമ്മളായിട്ടൊന്ന് പോയേ, പച്ചയായ നമ്മളായിട്ടൊന്ന് പോണം. യോഹന്നാൻ ഒന്ന് മറിഞ്ഞിരുന്നുകൊണ്ട് ആ വാക്ക്, ആ പ്രയോഗം ഒന്ന് വായിച്ചേ. താൻ സ്നേഹിച്ച ശിഷ്യൻ. അടുത്തത് സ്തോത്രം. ഒന്നും കൂടെ വാക്യം വായിക്കണേ. നിൽക്കുന്നത് കണ്ടു. മതി. നിൽക്കുന്ന കണ്ടു. എവിടെ? 25-ാമത്തെ വാക്യം. യേശുവിന്റെ ക്രൂശിനരികെ. എവിടെ? ക്രൂശിനരികെ. യേശുവില്ലാത്ത ക്രൂശിനരികെ അല്ല, യേശുവുള്ള ക്രൂശിനരികെ. ഹല്ലേലൂയ. യേശുവുള്ള ക്രൂശിനരികെ. ഒന്നും കൂടെ തെളിച്ച് പറയാം. ആമേൻ. യേശു ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ആ ക്രൂശിന് അരികെ നിൽക്കുന്നത് കണ്ടു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആളെ നമ്മുടെ മുമ്പിൽ വെച്ച് അറബി രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ പരസ്യമായി ഒന്ന് കൊല്ലുക എന്നിരിക്കട്ടെ. അത് ഒരു പരിചയമില്ല, ഒരാളെ കൊല്ലുക. അത് കണ്ടോണ്ട് നിൽക്കാതെ എന്ത് ചെയ്യും? ചിലരുടെ മനസ്സ്, ഭൂരിപക്ഷം ആളുകളുടെ മനസ്സ് അനുവദിക്കില്ല, നോക്കി നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? അവിടുന്ന് ചിലപ്പോൾ അബദ്ധവശാലൊന്ന് നോക്കിയാൽ അവിടുന്ന് മുഖം തിരിച്ച് ആ പിക്ചർ മനസ്സിനകത്ത് നിർത്താൻ മനസ്സ് പലർക്കും അനുവദിക്കാറില്ല. ഞാൻ ആ വാക്ക് അങ്ങനെ കേട്ടോ പറഞ്ഞത്, അനുവദിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ
3.5 കൊല്ലം കൂടെ നടന്ന, ഗുരുവായിരുന്ന, മാറുവോട് തല ചാരിയപ്പോ തല തട്ടി മാറ്റാതെ അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ച ആ പ്രാണനാഥനെ ക്രൂശിക്കുമ്പോ യോഹന്നാനെ ഇതെങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നേ? ഇതെങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നേ? സ്തോത്രം. യേശു കുരിശുമരവുമായി ഗോൽഗോഥായിലേക്ക് കയറുന്നത്, ആമേൻ, തകർക്കപ്പെട്ട ഹൃദയവുമായിട്ടായ ഈ യോഹന്നാൻ കാണുന്നേ. കുരിശുമരത്തിൽ അവനെ ആണി അടിക്കേണ്ടതിന് വിടർത്തി കിടത്തി കൂർത്ത മുനയുള്ള കാരിരുമ്പ് പവിത്രമായ ഒരു തെറ്റും ചെയ്യാത്ത കയ്യിലും കാലിലും ചേർത്തി വെച്ച് അടിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ യേശുവിന്റെ കയ്യിലൂടെ ആണി കയറുമ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിലൂടെ ആണി കയറുന്നേ. ചിരിച്ചോണ്ടല്ല, സന്തോഷത്തോടെയല്ല, തകർന്ന ഹൃദയത്തോടെ അത് കണ്ടോണ്ടിരിക്കുന്നേ. എന്നിട്ടും യോഹന്നാനെ എനിക്കിതൊന്നും കാണാൻ വയ്യെന്ന് പറഞ്ഞ് നീ എന്താ പല ശിഷ്യന്മാരും പോയ പോലെ പോകാത്ത? പലരും മാറിപ്പോയവരും നോക്കുന്നവർ മുഖം മറിച്ചു പോയില്ലേ പലരും. എന്നാൽ അതുപോലൊന്നും നീ പോകാത്തതിന് കാരണം എന്താ? യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. സ്തോത്രം. അവന്റെ കയ്യേൽ ആണി വന്നത് എന്റെ കയ്യേ വരേണ്ട ആണിയാ, എന്നിൽ വരേണ്ട ശിക്ഷയാ. എന്നിൽ വരേണ്ട ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല, എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. എന്റെ മേൽ വരേണ്ട ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് പകരമായി കർമ്മദണ്ഡിതനായി തീരുന്നവന്റെ കാൽക്കൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയല. സ്തോത്രം, 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 സ്തോത്രം. അല്ല, അങ്ങനെ മാറി നിൽക്കാതെ കണ്ടോണ്ട് നിൽക്കുമ്പോ ഈ സ്നേഹം, വലിയ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് യോഹന്നാൻ നേരിട്ട് കണ്ടു. കണ്ടവൻ വീണ്ടും ആമേൻ ഇനി കാണാനുള്ളവരെ വിളിക്കുകയാണ്, കാൺമീൻ. ഹല്ലേലൂയ. നമുക്ക് പുത്രത്വം നൽകേണ്ടതിന്, നമ്മളെ അവകാശികളാക്കി തീർക്കേണ്ടതിന്, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ചാർത്തേണ്ടതിന്, നമ്മെ നീതീകരിക്കേണ്ടതിന്, നമുക്ക് സ്വർഗീയ പൗരത്വം നൽകേണ്ടതിന് നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ, കുറ്റക്കാരനായിരുന്നു നമ്മുടെ മേൽ, പാപിയായിരുന്നു നമ്മുടെ മേൽ, ദോഷിയായിരുന്നു നമ്മുടെ മേൽ സ്വർഗ കോടതി പ്രഖ്യാപിച്ച ശിക്ഷ ഏറ്റെടുത്ത്, പ്രിയരെ, സ്തോത്രം, ശിക്ഷിക്കാൻ നിൽക്കുമ്പോൾ, ശിക്ഷ വിധിച്ച് നടപ്പിൽ വരുത്താൻ നിൽക്കുമ്പോൾ, സാധാ ശിക്ഷയല്ല, ക്രൂശീകരണമാ. നമ്മുടെ മേൽ വരേണ്ട, കയ്യിൽ വരേണ്ട, നമ്മുടെ മേൽ വരേണ്ട കോപം, നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ, ആമേൻ, നിനക്ക് പകരം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ നൽകി കയറി നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ബന്ധമാണ് നാമും കർത്താവും തമ്മിലുള്ള ബന്ധം. ഹല്ലേലൂയ. ആ ബന്ധത്തിന്റെ ആഴം ഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവിനൊന്ന് മഹത്വം കരേറ്റാം. ആമേൻ, സ്തോത്രം. കൂടാരാധിക്കാൻ എത്ര പേര് വരുന്നെന്ന് നോക്കിയല്ല നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നത്. അവിടുന്ന് നമ്മോട് കാണിച്ച സ്നേഹം അത് ഓർക്കുമ്പോൾ പുറപ്പെടാതിരിക്കാൻ വയ്യ, അത് ഓർക്കുമ്പോൾ ആരാധിക്കാതിരിക്കാൻ വയ്യ, അത് ഓർക്കുമ്പോൾ അകന്നു നിൽക്കാൻ എനിക്ക് കഴിയല. ഓ റബന ശബനേരിയാദന സ്നേഹക്കൊടി എനിക്കു മിതേ വിരിച്ചു പ്രിയൻ, സ്നേഹക്കൊടി എനിക്കു
മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേനെ വാഴുന്നു പരമേശ. പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. കെടാകറ്റുന്ന മമ നീടാർന്ന നായക, കെടാകറ്റുന്ന മമ നീടാർന്ന നായക, പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. സ്നേഹക്കൊടിയനിക്കു മീതെ വിരിച്ചു, സ്നേഹക്കൊടിയനിക്കു മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേനെ വാഴുന്നു പരമേശ, പാടും നിനക്കു നിത്യവും. സ്നേഹക്കൊടി എനിക്ക് മീതെ വിരിച്ചു. ആമേൻ. ആ സ്നേഹം, അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കാൺമീൻ, കാൺമീൻ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാലയെ, കാൺമീൻ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനവേദിയെ, കാൺമീൻ ദൈവ സ്നേഹത്തിന്റെ സീമാതുല്യ പാരുണ്യത്തെ, കാൺമീൻ ആഴമായ സ്നേഹത്തെ. ഒരു വിഷയം വന്നപ്പോൾ നിന്നെ രക്ഷിക്കാതെ ഒളിച്ചോടിയവനല്ല നമ്മുടെ കർത്താവ്. ജീവൻ നൽകി നമ്മുടെ മേൽ വരേണ്ടുന്ന ശിക്ഷ മാറ്റിത്തന്ന കർത്താവിനെ ഇന്ന് ആ കർത്താവുമായി ഹൃദയംഗമായ ബന്ധമുള്ളവർ, കടപ്പാടുള്ളവർ ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. യേശു ജീവൻ നൽകിയതോർത്ത്, യേശു ശിക്ഷ നീക്കിയതോർത്ത്, യേശു രക്ഷ നൽകിയതോർത്ത്, യേശു കുറ്റപത്രം നീക്കിയതോർത്ത്, യേശുവിന്റെ രക്തം സകല പാപത്തെയും കഴുകിയതോർത്ത്. ദുരക ജന ഹതന മനകൾ കമനിയാദര. കാണുവീൻ. ആ വാക്കിന്റെ ആഴം ശ്രദ്ധിച്ചേ. ഇത്ര വലിയ സ്നേഹം. ഹല്ലേലൂയ. യോഹന്നാനേ, ഈ സ്നേഹം എത്ര വലുതാണ്. സ്തോത്രം. എഴുത്തുകോൽ കൊണ്ട് എനിക്ക് വർണ്ണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്ര വലുത് എന്ന് പറഞ്ഞു വെച്ചു. സ്നേഹം പ്രദർശിച്ച വേദിയിൽ നിന്ന് ചീറ്റിത്തെറിച്ച രക്തത്തിന്റെ വില എത്ര വലുതാണ്. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പറഞ്ഞു, വിലയേറിയ രക്തം. ഇതിനൊന്നും കണക്ക് വില നിശ്ചയിക്കാൻ, പരിധി നിശ്ചയിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്ക് യേശു നമ്മെ സ്നേഹിച്ചു, അത്രയ്ക്ക് യേശു എന്നെ സ്നേഹിച്ചു. അങ്ങനെ കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നുള്ളതിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കേവലം ഒരു സ്നേഹമല്ല ഇത് ജീവൻ നൽകിയുള്ള സ്നേഹമാണ്. അവൻ കേവലം വാക്കുകളിൽ നിൽക്കുന്ന സ്നേഹമല്ല ഇത്. അവിടുത്തെ അവസാനത്തുള്ള രക്തം വരെയും അവൻ സഹോദര, സഹോദരി, പിതാവ്, കുഞ്ഞ്, അമ്മച്ചിയെ, അപ്പച്ച, അവൻ കർത്താവിന്റെ അഭിഷക്തന്മാരെ നമുക്ക് വേണ്ടി ചീന്തി സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹം കാൺമീൻ. അത് എപ്പോഴും ഓർക്കണം. അതിനു വേണ്ടി തിരുവത്താഴം. സ്തോത്രം. ഹല്ലേലൂയ. ഞായറാഴ്ച ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അപ്പോസ്തലന്മാർ കൂടി വന്നത് എന്തിന്? സ്തോത്രം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കാൻ. എന്തിനായി കൂടെ കൂടെ തിരുവത്താഴം വെക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ക്രൂശിനെ മറന്ന് നമുക്കൊരു കൂട്ടായ്മയില്ല. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രോഗ്രാമുകൾ അധികമാകുമ്പോൾ ഒഴിച്ചു മാറ്റേണ്ട ഒന്നല്ല തിരുവത്താഴം. ബാക്കി പരിപാടിയൊക്കെ ഇത്തിരി വെട്ടിക്കുറച്ചാലും ഇത് നടന്നേ പറ്റൂ.
ചിലർക്ക് ചിന്തയുണ്ട് എപ്പോഴും നടത്തിയാൽ അതിൻ്റെ മഹത്വം പോകുമെന്ന്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ആ ചിന്താഗതിയിലിരിക്കുന്നവർ. അതാ പറഞ്ഞു, വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട്. അവർക്ക് പുസ്തകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ പറയും ഞങ്ങളുടെ എന്നെ നടത്തിയ പാസ്റ്റ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല. നീ പുസ്തകം വായിച്ചിട്ടില്ല. എടാ, അവൻ ചെയ്തത് ഇവൻ ചെയ്തതുമല്ല നീ കാണേണ്ടത്. സ്തോത്രം. യേശു ചെയ്തിട്ടുണ്ടോ? ശ്ലീഹന്മാർ ചെയ്തിട്ടുണ്ടോ? വചനത്തിലുണ്ടോ? സ്തോത്രം, സ്തോത്രം. ആരെന്ത് ചെയ്താലും അപ്പച്ചൻ ചെയ്തോ ഇപ്പച്ചൻ ചെയ്തോ എന്നല്ല നോക്കേണ്ടത്. അവൻ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കിയച്ച് വർത്താനം പറയാൻ പാ. സ്തോത്രം. ഹല്ലേലൂയ. പുറമറ്റ സഭയിൽ എല്ലാ ആഴ്ചയിലും തിരുവത്താഴം നടത്തുന്ന എന്നാന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിലുണ്ട്, ആ വാക്യം എടുത്ത് കാണിക്കണം. വാക്യം കിട്ടാത്തവരെന്നെ വിളിക്കണം, വാക്യം തരാം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഉപദേശി വന്നു, അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഉണർവാണ്, ഒന്നും അടിച്ചു വിട്ടേക്കരുത്. സ്തോത്രം. ഇത് ഇപ്പോഴത്തെ ഉപദേശിയുടെ ഉണർവല്ല. നിന്റെ കലാപരിപാടി ഇച്ചിരി കുറച്ചാലും ഞായറാഴ്ച കൂടേണ്ടത് അപ്പം നുറുക്കേണ്ടതിനാ. ഹല്ലേലൂയ. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ ക്രൂശിനെ മറന്ന ഒരു യോഗം നമുക്കില്ല. ക്രൂശിതനെ മറന്ന ഒരു രക്ഷ നമുക്കില്ല. ക്രൂശിതനെ മറന്ന് നമുക്കൊരു സന്തോഷം നമുക്കില്ല. ക്രൂശിന്റെ വചനം മറന്ന് നമുക്കൊരു അടിസ്ഥാനമില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നും ക്രൂശിന്റെ വചനം ധ്യാനിക്കണം. ക്രൂശിന്റെ ചവിട്ടിൽ വരണം. ക്രൂശിതൻ നമുക്ക് വേണ്ടി സ്നേഹം വെളിപ്പെടുത്തി നമുക്ക് വേണ്ടി ക്രൂശിക്കിടക്കുന്ന കാണണം. ഹാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഓരോ സഭായോഗത്തിന് വരുമ്പോഴും യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ഓർക്കണം. ക്രൂശിന്റെ വചനം ധ്യാനിക്കാതെ നാം എഴുന്നേറ്റ് പോകരുത്. നമ്മുടെ അടിസ്ഥാനം, ആമേൻ, സ്തോത്രം, ക്രൂശിന്റെ വചനത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരുവെഴുത്തുകൾ ഓർക്കുവീൻ. ദൈവം നമ്മെ സ്നേഹിച്ചു. അത് ചെറിയ സ്നേഹമല്ലെന്ന്, വലിയ സ്നേഹമാണെന്ന്. അവൻ ആ സ്നേഹം നിർവ്യാജ സ്നേഹമാണ്. അതിനകത്ത് വേറെ ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല. നാം ശത്രുവായിരുന്നപ്പോൾ, നാം വിരോധിയായിരുന്നപ്പോൾ, വീണ്ടും വീണ്ടും നാം ശത്രുവായിരുന്നപ്പോൾ, ആമൻ ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, നാം എതിരായൊരു പ്രമാണത്തിൽ നിന്നപ്പോൾ, നാം ദോഷികളായിരുന്നപ്പോൾ, നാം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നപ്പോൾ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നപ്പോൾ, കാബൂൽ പ്രദേശത്ത് പാർക്കപ്പെട്ടവരായിരുന്നപ്പോൾ, സ്തോത്രം, ഇനിയുണ്ട്. അങ്ങനെ ആയിരുന്നപ്പോൾ, നാം വിരോധികളായി ശത്രുക്കളായിരുന്നപ്പോൾ, അല്ലാതെ നമുക്കൊരു അനുഭാവം ഉണ്ടായിരുന്നപ്പോൾ നമ്മെ സ്നേഹിക്കുകയല്ല, നമ്മെ സ്നേഹിച്ചു. ക്രൂശിന് ശത്രുവായിരുന്ന എന്നെ ക്രൂശിതൻ ക്രൂശീകരണത്തിലൂടെ സ്നേഹിച്ച, ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുത്! അത് ധ്യാനിച്ച് മുന്നേറാം. ഈ ക്രൂശിൻ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ.